എൻ്റെ ഭർത്താവിൻ്റെ വാല്യൂ എനിക്ക് ഉയർത്തണം. അതിനു വേണ്ടിയാ ഞാൻ ഈ പാടക്കപ്പെടുന്നത്. അവള് ആ സതി ഇന്ന് സാവിത്രി ചേച്ചിയോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ നരേട്ടന്? എന്താ പറഞ്ഞത്? അവളുടെ ഭർത്താവ് AC-യിൽ കഴിയൂ, 5 അടി പോലും നടക്കില്ല. അതെന്താ, കാലില്ലേ? അല്ല, കാലുണ്ട്, അതുപോലെ അവർക്ക് കാറും ഉണ്ട്. അയാള് കാറിൽ മാത്രമേ സഞ്ചരിക്കൂ. അതുകൊണ്ടാ നരേട്ടനും ടാക്സി പിടിച്ച് തന്നെ വന്നാൽ മതി ഞാൻ പറഞ്ഞത്. അവള് വൈകുന്നേരം വരെ കാണുമെന്ന് ഞാൻ കരുതി, പക്ഷെ പൊക്കിളഞ്ഞു നരേട്ടാ. എന്നാലെന്താ, ടാക്സിയിൽ വന്ന് നമുക്ക് ശീലിച്ചു തുടങ്ങാലോ. മിനിമം ചാർജ്, മീറ്റർ റേറ്റ്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാലോ, അല്ലേ നരേട്ടാ? പോയി കണ്ട, പോയി. ഈശ്വര, ഇതൊക്കെ കാണാൻ ഞാൻ തന്നെ വേണമല്ലോ. ചത്താ മതി എനിക്ക്. എന്നോട് മിണ്ടണ്ടോ? എനിക്ക് ഇത്രേ അറിയേണ്ടതുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹം ചേട്ടൻ സാധിച്ചു തരുമോ ഇല്ലയോ? ആഗ്രഹം സാധിച്ചു തരാം. ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരേണ്ടത് ഭർത്താവ് തന്നെയാ. പക്ഷെ ഇത് ആഗ്രഹമല്ലല്ലോ, അത്യാഗ്രഹമല്ലേ. അത്യാഗ്രഹത്തിന് അവസാനമില്ല. അതുകൊണ്ട് സാധിച്ച് തൃപ്തിപ്പെടുത്താനും പറ്റില്ല. ദേ സതി, ഇത്രയും സമാധാനമുള്ളൊരു വീട്, സ്വസ്ഥമായ സ്ഥലം, ഇതൊക്കെ വിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു ലോകത്തേക്ക് ഇറങ്ങി പോവുക. നിനക്കിതെങ്ങനെ പറയാൻ തോന്നി? ഞാൻ എന്റെ നെഞ്ചിടിച്ച് കലക്കും. ദേ ചേട്ടാ, ഒരു വാശി, അവളുമായിട്ടുള്ളൊരു വാശി, അതിലെനിക്ക് ജയിക്കണം. ചേട്ടൻ എന്റെ കൂടെ നിന്നേ പറ്റൂ. അപ്പൊ ഇവിടെ ആരാ? അയ്യോ, ഈ വീട് 1 വർഷത്തേക്ക് അടച്ചിടാന്നേ. 1 വർഷം, ഒറ്റ വർഷം. അത് കഴിഞ്ഞ് പോയതുപോലെ നമുക്കിങ്ങ് തിരിച്ചു പോരാ. ഒറ്റ വർഷം ചേട്ടാ, ഒരേ ഒരു വർഷം. സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ചേട്ടാ. ആ അതെ, പാഠങ്ങൾ കുറെ പഠിക്കും. കണ്ടോ, ഒരുമാതിരി മുള്ളുവച്ച വർത്താനം പറയുന്ന കണ്ടോ? ബികോം വരെ പഠിച്ചതാ ഞാൻ. ചേട്ടനെ കല്യാണം കഴിച്ച് അസൽ നാട്ടുംപുറത്തുകാരിയായി കൂടെ ജീവിച്ചില്ലേ? ചോദിച്ചു കേട്ടില്ലേ? പറ, അങ്ങനല്ലേ ഞാൻ ജീവിക്കുന്നേ? പറയാൻ അതിമോഹം പോലെ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ ഒരുപാട് പറയുന്നത്? ഈ ഒരെണ്ണം മതിയല്ലോ. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നും എനിക്ക് സാധിച്ചു തരണ്ട. നമുക്ക് ആവശ്യത്തിന് സ്വത്തും സമ്പാദ്യവും ഉണ്ട്. ഒരു മോഹം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ, ഒരു ടൂറ് പോക്ക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു ടൂറ് പോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോ ചേട്ടൻ അങ്ങനെ വിശ്വസിച്ചാൽ മതി. സിറ്റിയിൽ വാടകയ്ക്ക് വീടെടുത്ത ഒരു സുഖവാസം. മനസ്സിന് സുഖം കിട്ടുന്ന സ്ഥലത്തെ വാസം, അപ്പോഴല്ലേ സുഖവാസമാകൂ. അതേട്ടാ, അതാ ഞാനും പറയുന്നേ. അതെ, അവളെ തോപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാ എനിക്ക് സുഖം കിട്ടുന്നേ. ആ വീടൊരു സുഖവാസ കേന്ദ്രമാവുന്നേ. അല്ല സതി, നമുക്കൊന്നുകൂടെ ആലോചിച്ച്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ 1 വർഷത്തേക്ക് സിറ്റി താമസിക്കുന്നു താമസിക്കുന്നു താമസിക്കുന്നു. ചേട്ടാ, വന്ന് കിടക്കുന്നില്ലേ? അയ്യോ അയ്യോ, ലീലാവതി, ലീലാവതി, ലീലാവതി. എന്താ ലീലാവതി ഇത്? നമ്മളെ കുടുംബസമേതം കാറിൽ ഇങ്ങനെ പോവായിരുന്നു നരേട്ടാ, ഊട്ടിയില്. തൊട്ട് പുറകെ അവളും ഫാമിലി. എവളും ഫാമിലി? അവള് സതി, അവള് ഫാമിലി. അവള് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കി, നടന്നില്ല. അവസാനം നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തു. ഏത് പ്ലാൻ? കാർ സഹിതം അവരെ തട്ടി കൊക്കയിലിടാന്ന്. നീ എന്നെ എണ്ണിക്കല്ലേ? അത് ശരി. അപ്പൊ ഒരു ഭാര്യക്ക് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ല അല്ലേ? നരേട്ടാ, എന്താ? സ്വപ്നം മാത്രം കണ്ട് ജീവിക്കുന്നവര് അവർ ആജീവനാന്തം സ്വപ്നലോകത്തെ ജീവിക്കുന്നാ പറയണേ. അതുകൊണ്ട് സ്വപ്ന യാഥാർത്ഥ്യമാക്കണം. നമുക്കൊരു കാർ എടുക്കണം. എന്തോന്ന്? ഒരു കാർ എടുക്കണം. സതി കാറിൽ വന്നു, നരേട്ടൻ ടാക്സി പിടിച്ചു വന്നു. ഞാൻ കാർ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നരേട്ടൻ എന്നെ തട്ടി ഉണർത്തി. ഒക്കെ എന്തൊരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നണേ.
നല്ലതിനായിട്ടുള്ള നിമിത്തങ്ങൾ. നമുക്ക് കാർ എടുക്കാൻ സമയമായെന്ന് ആരോ പറയണ പോലെ. കണ്ട പല്ല് ചിരിച്ചു. എവിടെ? ഞാൻ കേട്ടില്ല. ഇവിടെ ഞാൻ കേട്ടു. അല്ലെങ്കിലും കേൾക്കേണ്ടതൊന്നും നരട്ടം കേക്കില്ലല്ലോ. എന്തായാലും ശരി, നമുക്കൊരു കാറ് വേണം. നരട്ട UD ക്ലർക്ക് അല്ലേ, അതിന്റെ ഒരു സ്റ്റാറ്റസ് നോക്കണ്ടേ? ഇടി UD ക്ലർക്ക് എന്ന് വെച്ച IAS ഒന്നും അല്ല. അത് നരേട്ടന്. എനിക്കേ അത് IAS മുകളില്ല. പറഞ്ഞു പറഞ്ഞു സ്വയം വില കുറയ്ക്കാതിരുന്നാ മതി. നമുക്ക് കാർ എടുക്കണം നരേട്ടാ. ഇല്ല, അതൊന്നും അയ്യോ ഇല്ല, നരേട്ടൻ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ. കാർ എടുക്കണം. ഓഫീസിൽ വെഹിക്കിൾ ലോൺ കിട്ടുമല്ലോ. അല്ല, അത് കിട്ടണമെങ്കിൽ ഞാനൊന്നും കേൾക്കുന്നില്ല. എന്നാണ് സത്യം? നരേട്ടൻ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അറിയാലോ, ദേ എന്നെ കൊണ്ടാണ് ഇട്ട് എനിക്ക് ദോഷം വരുത്തരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതാ ഇന്ന് എന്നെ ഡെസ്പാച്ച് ചെയ്യാൻ പറയണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് അല്ല, താൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലോ. അല്ല സാർ, ഇതിപ്പോ ഒരു സന്തോഷത്തിനാ. ഇതെന്താ? ആഹാ, താൻ കാർ എടുക്കാൻ പോണോ? വന്നിപ്പോ കാറിന് ബൈക്കിന്റെ വില പോലും ഇല്ല. ഓരോ വീട്ടിലും 3-4 കാറാ. കാക്ക എറിയുന്ന പോലും കാർ എടുത്തിട്ടാ. ആ ശരി ശരി, ഇപ്പൊ തന്നെ പാസ്സാക്കിക്കൂടാ. അയ്യോ സാർ, ചതിക്കരുത്. എന്താടോ? സാർ, പാസ്സാക്കാനല്ല, പാസ്സാക്കാതിരിക്കാനാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. കാര്യം തെളിച്ച് പറയടോ. സാർ, ലീലാവതിയുടെ അല്ല, എൻ്റെ ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഈ വെഹിക്കിൾ ലോൺ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. സാറ് ഇത് പാസ്സാക്കി തന്ന് ഞാൻ കാർ എടുത്താൽ എൻ്റെ കുടുംബം വെളുക്കും. മോനല്ല, മോളാ ഞങ്ങൾക്കുള്ളത്. ഓരോ പൈസയും മോളുടെ സ്ത്രീധനത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഭാര്യ ഇപ്പൊ കാർ എടുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. സാറ് ചതിക്കരുത്. അപേക്ഷ റിജക്റ്റ് ചെയ്യണം സാർ. ചെയ്യാം. തൻ്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഞാനത് റിജക്റ്റ് ചെയ്യാം. തീർന്നില്ല സാർ. ഓഫീസർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് ഞാൻ ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ നേരിട്ട് വരും. സാറിനെ കണ്ട് നേരിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോഴും സാർ ഉറച്ചു നിൽക്കണം. ഒരുപാട് റിക്കവറി ഉള്ളതുകൊണ്ട് ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. ഏറ്റടോ, തന്റെ ഭാര്യയെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു സാർ. നമസ്കാരം ലീലാവതി. ലോൺ പാസ്സാക്കിയിരിക്കുന്നു. അയ്യോ സാർ, അത് ഒന്നും പറയണ്ട, ലോൺ സാങ്ഷൻ ചെയ്തിരിക്കുന്നു. സുഖമാണല്ലോ ലീലാവതി? ലോൺ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി നരേന്ദ്ര, താൻ പൊയ്ക്കോളൂ, എനിക്ക് അല്പം തിരക്കുണ്ട്. കുട്ടിയും പൊയ്ക്കോളൂ. നമസ്കാരം. ലോൺ പാസ്സായി. ലീലാവതി പോവല്ലേ? എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? ഇത്രയും ഭയങ്കരനാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഭർത്താക്കന്മാർ അപ്പൊ ഇങ്ങനെ ഭാര്യമാരെ പറ്റിക്കുന്നത്. നമ്മള് പൊട്ടികള്. കണവനെ കൺകണ്ട ദൈവം, ദൈവത്തിനേക്കാളും വിശ്വാസം ഭർത്താവിന്. ഇതിങ്ങനെ നാഴിക്ക് 40 വട്ടം കണ്ണിൽ തൊട്ട് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് എന്ന് ജപിച്ചോണ്ടിരിക്കും. ഭർത്താക്കന്മാര്, ഈശ്വര, അടുത്ത ജന്മത്തിൽ എന്നെ ഒരു ഭർത്താവും ഈ നരേട്ടനെ ഒരു ഭാര്യയാക്കി തരണേ. പറ്റിക്കപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് എന്റെ ഭർത്താവിന് അന്ന് മനസ്സിലാവും. നോക്കിക്കാം. എന്റെ ലീലാവതി, ഓഫീസിൽ ഏത് അപേക്ഷയും പാസ്സാക്കുന്നതിന് മുമ്പ് ആദ്യം അത് റിജക്ട് ചെയ്തിരിക്കണം. ഇവിടെ റിജക്ട് ചെയ്ത് വാങ്ങിയിട്ട് AGയിൽ സബ്മിറ്റ് ചെയ്യണം. AG അത് തിരിച്ച് പുട്ടപ്പ് ചെയ്യും. റിജക്ട് ചെയ്ത ആപ്ലിക്കേഷൻ ഫർദർ വെരിഫിക്കേഷന് പോയി വിത്ത് പ്രീവിയസ് എഫക്റ്റിൽ സാങ്ഷൻ ചെയ്തതായിട്ട് നമ്മൾ അക്നോളജ് ചെയ്യും. അങ്ങനെയായിരുന്നല്ലേ? ഞാൻ തെറ്റിദ്ധരിച്ചു. റിജക്ട് ചെയ്തെന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആപ്ലിക്കേഷൻസ് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻസ് ആൻഡ് റിമാർക്സ് AGക്ക്. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ കുഞ്ഞീഷ്ണ, ഈശ്വര, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ലീലാവതി, ഒരു കാര്യം പറയാം.
വീടും ഓഫീസും തമ്മിൽ വലിയ ദൂരമില്ല എന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഓഫീസിൽ വരരുത്. അല്ല, അത് ശരിയല്ല. ഈ സ്റ്റാഫുകൾ ഓരോന്ന് പറഞ്ഞിരിക്കും. ഓഹോ, അത് ശരി. ആർക്കാ ചിരിക്കണ്ടേ? ആർക്കാ ചിരിക്കണ്ടേന്ന് ഞാൻ ചോദിക്കാം. സൂസന്ന, പ്രിയകുമാരി, ജോസഫ്, രവി സാർ, റഷീദ്, എല്ലാരെയും എനിക്കറിയാം. ഞാൻ ചോദിക്കാം. വാ ഇങ്ങോട്ട്. ആഹാ. വേണ്ട, ചോദിക്കണ്ട. നീ വന്ന കാര്യം പറ. ഇപ്പൊ ഇവിടെ ലോൺ അതെത്ര രൂപ കിട്ടും? ഏകദേശം 1,00,000-ഓളം കിട്ടും. അത് പോരല്ലോ. ബാക്കി എങ്ങനെ അറിയും ചെയ്യും? എനിക്കെങ്ങനെ അറിയാം? നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് ആലോചിക്കും. ഞാൻ ആലോചിച്ചു, ഉത്തരം കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. അതെ, ഇവിടെ ആരുടെങ്കിലും കയ്യിൽ കാണും കടം തരാൻ? അയ്യേ ലീലാവതി, എനിക്ക് ഇവിടെ ഒരു നിലയും വിലയുണ്ട്, അതില്ലാതാക്കരുത്. വേണ്ട, നരേട്ടന്റെ വില കളയണ്ട. ഞാനൊരല്പം വില കളയാം. എന്ന് വെച്ചാൽ എനിക്കൊരാളെ കാണാനുണ്ട്. വണ്ടിന്നിറങ്ങടാ, വണ്ടിന്നിറങ്ങ്. ഒന്ന് പോടാ. അതെ, ഞാൻ പറയേണ്ടതൊക്കെ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. വണ്ടി എടുത്ത് മാറ്റടാ. ഈ വണ്ടിക്ക് മറിയാൻ കറിയ ഫൈനാൻസിയേഴ്സ് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ അടമുടങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് കമ്പനിക്ക് അറിയാം. അടച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത് ശരി. ചോദ്യം ഇപ്പൊ ഇങ്ങോട്ടായ ഒന്നുകിൽ മുടക്കം വരുത്തിയ കുടിശ്ശിക, അല്ലെങ്കിൽ ഈ വണ്ടി രണ്ടിലൊന്ന് വച്ചു പോവാൻ നോക്കടാ. പോവാൻ നോക്ക്. രണ്ടിലൊന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. നിന്റെ മറിയാൻ നിന്റെ വാക്കിൽ നീ ഉറച്ചു നിൽക്കൂ. അപ്പോൾ നിന്റെ മനസ്സ് നിന്നിൽ നിന്നും വിട്ടുപോകുന്നില്ല. വാഗ്ദാനം ചെയ്ത കാര്യം സാധിപ്പാൻ ശ്രമിക്കാത്തവനോ നരക ജീവിതത്തിന് അർഹനത്രേ. അങ്ങനെ ആ പ്രമാണം. എടാ ദിവാകര, പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് കാശ് വാങ്ങിച്ചെടുക്കേണ്ട രീതികൾ മനസ്സിലാക്കിയിട്ടാ കാശ് കൊടുക്കേണ്ട രീതികൾ പഠിക്കുന്നത്.
ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അളക്കുന്നത് അവന്റെ വാക്കിൽ നിന്നാണടാ. നീ വണ്ടിക്ക് ലോൺ ചോദിച്ചു വന്നപ്പോ ഗുണദോഷിക്കേണ്ട വിധത്തിലൊക്കെ ഞാൻ ഗുണദോഷിച്ചു. പക്ഷെ നിനക്ക് ഈ 4 ചക്ര ശകടം എടുത്തേ പറ്റൂ. അപ്പൊ ഈ കൊനഷ്ടൊന്നും നീ ആലോചിച്ചില്ല ഈയോടാ കൊച്ചനെ. ആ ഇതാ അടിക്കണേ. ഇതാ ഫോൺ. ആരാ? സണ്ണിച്ചനാ? മക്കളെ സണ്ണിച്ചോ, എന്നാ ഉണ്ടറാ ന്യൂയോർക്കിൽ വിശേഷം? ബുഷിന് സുഖമാണോ? വേണ്ട 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 വേണ്ട, നീ ചോദിക്കാൻ പോകുന്നതിന്റെ ഉത്തരങ്ങൾ അമ്മച്ചി അങ്ങോട്ട് പറയാം. ആ അമ്മച്ചിക്ക് സുഖം തന്നെയാ. അപ്പച്ചനും കർത്താവിന്റെ കൃപ കൊണ്ട് തട്ടുകേടൊന്നുമില്ല. പാറമേൽ പണിത സൗധത്തെ കാറ്റ് തകർക്കുകയില്ലെന്നല്ലേ മക്കളെ പ്രമാണം? ആ മറിയേം കറിയേം പാറമേൽ പണിത സൗധങ്ങളാ കേട്ടോ, പേടിക്കണ്ട. എന്നതാ 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 എന്നതാടാ നീ പറയുന്നേ? ഇതങ്ങ് നിർത്താനോ ഈ ബിസിനസ്സോ? എന്നതാ റിസ്ക് ഉള്ള ഇടപാടാണെന്നോ? ഇന്നലെ ഇംഗ്ലണ്ടിൽ നിന്ന് നിന്റെ ഡോക്ടറെ ഞാൻ വിളിച്ചപ്പോഴും ഇത് തന്നെ അടാ പറഞ്ഞത്. കണ്ണിച്ചോ കുഞ്ഞേ, ഞാനേ ഈ ഫോൺ അപ്പന് കൈമാറാൻ പോവാന്നേ. അപ്പൻ കുറച്ചു നേരമായിട്ട് ഫോണിന് കൈ നീട്ടി അങ്ങനെ നിക്കുവാ. ഞാൻ ഫോൺ കൈമാറുവാന്നേ. ആ മക്കളെ, ഈ ശോമിക്ക് സ്തുതിയായിരിക്കട്ടെ. റിസ്ക് ഉള്ള ഈ തൊഴിൽ വേണ്ടെന്ന് അല്ലേ? ഡാടാ, ജീവിതം കല്ലും മുള്ളും കൊള്ളാതെ അങ്ങ് നടന്നു നീങ്ങാനുള്ളതാണെന്നാണോടാ കമ്പ്യൂട്ടർ എഞ്ചിനീയർ നിന്റെ വിചാരം? നോക്ക്, നിന്റെ അമ്മയും അപ്പനും 5 പൈസ പോലും ഇന്ന് വരെ ആരെയും പറ്റിച്ചിട്ടില്ല. ദൈവവചനം വിട്ട് നടന്നിട്ടുമില്ല. മക്കൾ അവരവരുടെ ജീവിതമായിട്ട് പാരീസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ കഴിയുന്നു. അപ്പോ അപ്പനും അമ്മ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ വിറ്റുപെറുക്കി അവിടെ നിങ്ങളുടെ കൂടെ വന്ന് കുഞ്ഞിനെയും കളിപ്പിച്ച് വീട്ടുജോലിക്കാരെ കഴിയണമെന്നാണോ വിചാരം? നോക്ക്, അവന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ ചായ. പോട്ടടാ, മനസ്സ് വിഷമിക്കാതെ. അപ്പൻ അതൊന്നും ഉള്ളിൽ വെച്ച് പറഞ്ഞതൊന്നും അല്ല. അല്ലെങ്കിലും എന്റെ കുഞ്ഞെ, കുത്തുവാക്ക് പറയാൻ അമ്മച്ചി അല്ലയോ മിടുക്കി. അമ്മച്ചി പറയാടാ, ആയുസ്സുള്ള കാലം വരെയും മറിയേം കറിയേം സ്വന്തം വിയർപ്പിന്നേ അപ്പം ഭക്ഷിക്കൂ, കേട്ടല്ലോ? ആ എന്റെ മോൻ ഫോൺ അങ്ങ് വെക്കേ, രാത്രി വിളിക്കാം. ആ പോട്ട് പോട്ട് പോട്ടടാ, വിഷമിക്കാതെ. ആ ആ ഓക്കെ. അറിയച്ചായോ, ഈ പ്രായത്തില് മക്കളെയൊക്കെ വിറപ്പിച്ച് നിർത്തുക എന്ന് വെച്ചാലേ അതൊരു ത്രില്ല് തന്നെ അല്ലയോ? ഈ പ്രായത്തിലും കെട്ടിയോനെ വിറപ്പിക്കാവുമെങ്കിൽ പിന്നെ പിള്ളേരെ വിറപ്പിക്കാനാണോ പ്രയാസം? ആരാ കൊച്ചേ?
മറിയാൻ കറിയുടെ ഓഫീസ്. മറിയ മാഡം. കറിയച്ചായോ കുഞ്ഞ് വിളിച്ചത് കേട്ടായിരുന്നോ? മാഡം ഒന്ന്. എന്റെ കുഞ്ഞെ, ഞാൻ മറിയ ചേട്ടത്തി, ഇത് കറിയ ചേട്ടൻ, അങ്ങനെ അങ്ങ് വിളിച്ചാ മതി. എന്റെ പേര് ലീലാവതി. ഹസ്ബൻഡ് നരേന്ദ്രൻ, യുഡി ക്ലർക്കാ കൃഷി ഓഫീസില്. അതൊക്കെ മനസ്സിലായി. കുഞ്ഞിനിപ്പോ എന്നാ വേണം? ലോൺ വേണം, ഇൻട്രസ്റ്റിന്. ഒരു കാർ എടുക്കാനാ. മറിയാൻ കറിയ കാറിന് ഫൈനാൻസ് ചെയ്യുമല്ലോ. പലിശ എനിക്കൊരു പ്രശ്നമല്ല. കൃത്യമായിട്ട് അതൊക്കെ തരും. അപ്പൊ കുഞ്ഞിന് കാർ എടുക്കാൻ കാശ് വേണം. പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് എത്രയായാലും തരും. നരേട്ടന് യുഡി ക്ലർക്ക്. വീട്ടിലിപ്പോ വാഹനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു വാഹനമുണ്ട്, സ്കൂട്ടർ, പഴയതാ. കുട്ടികൾ എത്ര പേരാ? ഒന്ന്, ഒരു മോള്. കുഞ്ഞിന് ജോലി വല്ലതും ഉണ്ടോ? ഹൗസ് വൈഫാ. മോളെ പഠിപ്പിക്കണം, അത് തന്നെ ഒരു ജോലിയാണല്ലോ. അപ്പൊ കുഞ്ഞു പോ. കാശ് ഇപ്പൊ തന്നെ തരൂ, അതോ ഞാൻ പോയിട്ട് പിന്നെ? കുഞ്ഞിന്റെ പേരെന്നതാന്നാ പറഞ്ഞത്? ലീലാവതി, SS ലീലാവതി. SS ലീലാവതി. കുഞ്ഞെ, കുഞ്ഞിന് തരാൻ ഇവിടെ കാശില്ല. അയ്യോ, അതെന്താ? ഞാൻ കൃത്യമായിട്ട് പലിശ തരാം. കൃത്യമായിട്ട് പലിശ തരും ഞാൻ. ഞാൻ കാശ് തന്നെങ്കിലല്ലേ കൃത്യമായിട്ട് പലിശ തരേണ്ടതുള്ളൂ. ഞാൻ പൈസ തരുന്നില്ല. കുഞ്ഞു ചെല്ല്. കുഞ്ഞ് ചെല്ല്. മറിയ പറഞ്ഞാൽ പറഞ്ഞതാ. എന്നെ ഡൗട്ട് ആയിട്ടാണോ? പിന്നെ എന്റെ ഹൗസ് നമ്പർ ഞാൻ പറയാം. നമ്പറിലുള്ള വിശ്വാസക്കേട് ഒന്നുമല്ല, കർത്താവിൽ ഇത്തിരി വിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാണ്. നീ ഭക്ഷിക്കാൻ വിധിക്കപ്പെട്ട ധാന്യമണിയിൽ നിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും എന്നാണല്ലോ. കുഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്ന പലിശക്കാശിൽ ഞങ്ങളുടെ പേര് കാണുന്നില്ല. അതുകൊണ്ട് കുഞ്ഞ് ചെല്ല്. ചേട്ടത്തി, പിന്നെ ഹസ്ബൻഡായിട്ട് വന്നാലേ എനിക്ക് കാശ് തരുമോ? നമുക്ക് ആ വിഷയം അങ്ങ് വിടാൻ കൊച്ചേ. കുഞ്ഞ് ചായ കുടിച്ചോ? ഇല്ലേ, വാ ഒരു കപ്പ് ചായ കുടിക്കാം. ചായയൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലും കിട്ടും. ഞാൻ ചായ കുടിക്കാതെ കിടക്കുന്നവളൊന്നുമല്ല. ലീലാവതി ആദ്യമായിട്ടാ മറ്റൊരാളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അപേക്ഷ പോലെയൊക്കെ നിന്ന്.